സ്പോൺസറുടെ മകനാണ് തൊട്ടടുത്തുണ്ടായത്. അവനാണ് മരണപ്പെട്ടത്. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം. റെഡ് സിഗ്നൽ കട്ട് ചെയ്യാൻ വിശ്രമിച്ച് അവൻ ദേഷ്യപ്പെട്ടു. ഭാഷകൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി സ്വയമായിട്ട് മനസ്സിലാക്കാതെ ദേഷ്യത്തിലാണ്. ഏത് ഭാഷ ആയാലും വണ്ടി എടുക്കാത്തതിൻ്റെ പേരിൽ അവൻ തുപ്പിയതാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു ഈ കഴിഞ്ഞു പോയത്. കാരണം 20 വർഷക്കാലം സൗദി റിയാദ് ജയിലിൽ കഴിഞ്ഞ നമ്മുടെ അബ്ദുറഹീം, മനുഷ്യരുടെ എല്ലാം കാരുണ്യവാനായ പടച്ചിറപ്പിൻ്റെയും എല്ലാം സഹായത്തോടുകൂടി അദ്ദേഹത്തിന് തിരിച്ച് സ്വന്തം നാട്ടിലെത്താനും അതുപോലെ തന്നെ സ്വന്തം ഉമ്മയോടുകൂടി ഒരു പെരുന്നാൾ ആഘോഷിക്കാനും എല്ലാമുള്ള സൗഭാഗ്യം പടച്ചിറപ്പ് അദ്ദേഹത്തിന് കനിഞ്ഞു നൽകി. അദ്ദേഹം ഈ റബ്ബിനോട് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ സകല മനുഷ്യരോടും അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുറത്തിറങ്ങലിന് പിന്നിൽ ഒരുപാട് കരങ്ങളുടെ തീർച്ചയായിട്ടും സഹായ ഹസ്തം തീർച്ചയായിട്ടും ഉണ്ട്. ആ കാര്യം ഒരു കാരണവശാലും അബ്ദുറഹീമിന് മറക്കാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ജീവിതകാലം മുഴുവൻ മലയാളികളോടും മറ്റു ജനങ്ങളോടും എല്ലാം അദ്ദേഹം കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേരളക്കര ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. അതിൽ ജാതിയോ മതമോ വർണ്ണമോ ഒന്നും തന്നെ തീർച്ചയായും ഒരു തടസ്സമായില്ല എന്ന് തന്നെ നമുക്ക് എങ്ങനെ പറയാം. എന്നാലും ചില കോണുകളിൽ നിന്ന് ശശികല ടീച്ചറെ പോലുള്ള ചില ആൾക്കാർ വർഗീയപരമായിട്ടും ചില പ്രസ്താവനകൾ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സുഖമില്ലാത്ത ഒരു ബാലനെ കൊന്ന കേസിൽ ഇത്രയും വലിയൊരു സ്വീകരണമൊക്കെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ടോ എന്ന രീതിയിലൊക്കെ ശശികല ടീച്ചർ പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ കൊന്ന വ്യക്തിയാണ് എന്ന് വരെ ശശികല ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടൊക്കെ തീർച്ചയായിട്ടും അബ്ദുറഹീം തന്നെ എൻ്റെ പ്രതികരണം നടത്തുന്നുണ്ട്. യാതൊരു കാരണവശാലും മറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയതൊന്നുമല്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അറിയാൻ ചിലപ്പോൾ നിങ്ങൾക്കും ആഗ്രഹം കാണും. തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കൂടെ നൽകിയ ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് തീർച്ചയായിട്ടും കരുനാഗപ്പള്ളിയുള്ള സോഫി എന്ന് പറയുന്ന തീർച്ചയായിട്ടും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും നമുക്കൊന്ന് ചെന്ന് നോക്കാം. കാരണം ചോർന്നൊലിക്കുന്ന വീട് 3 സെൻറ്റ് മാത്രമുള്ള സ്ഥലത്തുള്ള ചോർന്നൊലിക്കുന്ന വീട്ടിൽ 3 കുട്ടികളുമായിട്ട് ആ യുവതി കഴിയുന്ന സമയത്താണ് ഇത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ അവരുടെ മുമ്പിലേക്ക് എത്തുന്നത്. കാരണം സഹായിക്കണം, 34 കോടി രൂപ വേണം. തീർച്ചയായിട്ടും മലയാളികൾ എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിച്ചു. ആ യുവതിയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് കെട്ടിക്കൊടുത്ത ഒരു താലിമാല, അതുപോലെ തന്നെ ഒരു സ്വർണത്തിൻ്റെ കുരിശും. അത് രണ്ടും മൂരിക്കൊടുത്ത് ആ യുവതി നമുക്ക് തീർച്ചയായിട്ടും ഒരു മാർഗ്ഗനിർദ്ദേശം തന്നെ നമുക്ക് കാണിച്ചു തന്നു. ആ സഹോദരിയെ തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മലയാളികൾ എല്ലാവരും ഓർക്കണം. അതുപോലെ തന്നെ കഴിവിൻ്റെ പരമാവധി തീർച്ചയായിട്ടും ആ സഹോദരിയെ നമ്മൾ ചേർത്തിപ്പിടിക്കുകയും ചെയ്യണം. ഈ വീഡിയോ കാണുന്ന നല്ലവരായ ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും ആ സഹോദരിയെ തീർച്ചയായിട്ടും ഒന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും മലയാളി സമൂഹത്തിൻ്റെ കടമയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ആ സഹോദരിയെ പരിചയപ്പെടാം. അവരുടെ വീടിൻ്റെ അവസ്ഥയും അവരെയൊക്കെ ഒന്ന് തീർച്ചയായിട്ടും നമ്മൾ കാണണം. പക്ഷേ തൻ്റെ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ നിന്നും സ്വന്തം താലിയും അതുപോലെ തന്നെ കുരിശും അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി നൽകിയ ഒരു കരുനാഗപ്പള്ളിക്കാരിയുണ്ട്. വാടക വീട്ടിലാണ് നിലവിൽ. 3 സെൻറ്റ് വസ്തു മാത്രമാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവനപ്പുറം മറ്റൊന്നുമേ ആലോചിച്ചില്ല. തൻ്റെ ജീവിത പ്രയാസങ്ങളൊന്നും തന്നെ ആ സമയത്ത് ആലോചിച്ചില്ല. ഇല്ല, അത് ശരിക്കും ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അത് കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം. എന്ന് വെച്ചാൽ ആ ഉമ്മാൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഒരു സ്ത്രീ പോലും താലി കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം അതായിരുന്നു, അതുകൊണ്ട് അത് കൊടുത്തു. അതെ, എനിക്കാണെങ്കിൽ അതിന് മുമ്പ് ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായി. ഒരു മരണം മുന്നിൽ കണ്ട ഒരാളാണ്. അപ്പം വേറെ പൈസ ആയിട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ അപ്പം ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇതങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. മനുഷ്യജീവനേക്കാൾ വലുതല്ല തൻ്റെ പ്രയാസങ്ങളെന്ന് തിരിച്ചറിവാണോ സോഫി അതിലേക്ക് നയിച്ചത്? എൻ്റെ ഈ താലി, ഞങ്ങളുടെ ഇതിൽ താലി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്കത് കെട്ടിത്തരുന്നത്. ഇത് എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് സ്വീകരിക്കാനെന്ന്. അപ്പം അങ്ങനെ ഒരു അടയാളം വേണ്ട. പുള്ളി എൻ്റെ കൂടെ ഉണ്ട്, അതിന് മക്കളും ഉണ്ട്. അതിനിപ്പോൾ ഒരു സ്വർണത്തിൻ്റെ താലിയോ കുരിശോ അങ്ങനെ അതൊന്നും ആവശ്യമില്ല. അപ്പം ഒരു ജീവൻ രക്ഷപ്പെടുന്നെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ച് കൊടുത്തതാണ്. ഒടുവിൽ അബ്ദുൾ റഹീം നാട്ടിലെത്തിയപ്പോൾ അബ്ദുൾ റഹീം സോഫിയെ വിളിച്ചു. കഴിഞ്ഞ ദിവസം അല്ലേ സോഫിയെ വിളിച്ചു. അപ്പോഴെന്താണ് ആ മൊമെന്റിൽ തോന്നിയത്? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എനിക്ക് ശരിക്കും ഒന്നും പറയാൻ തോന്നി. പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോള് വന്നത്. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഓടി വന്ന് കൂട്ടത്തിലുള്ളവരടുത്തൊക്കെ പറഞ്ഞു എനിക്ക് കോള് വരുന്നു. പക്ഷെ അത് എടുക്കാനുള്ള ഒരു ഇതുമില്ല. പെട്ടെന്ന് എടുത്തു, പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ കണ്ട സന്തോഷം, വന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലേക്ക് എത്തി അബ്ദുൾ റഹീമിന് എത്തിയത് വലിയ സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. സോഫിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആകെയുള്ളത് 3 സെന്റ്. ആ 3 സെന്റിൽ ചോർന്നൊലിക്കുന്ന ഒരു വീട്,
ആ വീട്ടിൽ താമസിക്കാൻ കഴിയുന്നത് വാടക വീട്ടിലേക്കാണ്. ജീവിത ചെലവിന് നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ദിവസത്തെ കൂലി മാത്രമാണുള്ളതാകെ. ആഹാ. അത് ശരിക്കും അന്നത്തെ സമയത്ത് അതൊന്നും ഓർത്തില്ല. എനിക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാനത് ആളുകൾക്ക് കൊടുക്കും. ഇങ്ങനെ എന്തെങ്കിലും ചാരിറ്റി വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ. സോഫി ഒരു മാതൃകയാണ്. ദുരിതകാലത്ത് ആടിനെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്ത കൊല്ലക്കാരി ഉമ്മയും സോഫിയുമെല്ലാം യഥാർത്ഥ കേരള സ്റ്റോറിയാണ്. സ്നേഹത്തിന്റെ അടയാളത്തിന് സ്വർണ്ണമാലയോ അല്ലെങ്കിൽ കുരിശോ ഒന്നിൻ്റെയും ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ 3 മക്കളും അദ്ദേഹവും എൻ്റെ ഒപ്പമുണ്ട്. ആ സ്നേഹം മാത്രം മതി ജീവിത അവസാനം വരെ എന്ന് പറയുന്ന യുവതിയുടെ വാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പ്രചോദനമാണ്, ഉത്തേജനമാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കണം കേരളത്തിലെ എല്ലാവരുടെയും തീർച്ചയായിട്ടും ആഗ്രഹവും അഭിപ്രായവും സ്നേഹവും എല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സ്ത്രീയുടെ വീട് കണ്ടാൽ തന്നെ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം മുറ്റിപ്പോകും. അതുപോലെ തന്നെ അബ്ദുറഹീമിനെക്കാട്ടിൽ കഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ആ യുവതി ജീവിച്ചു വരുന്നത്. അവരുടെ ജീവിത സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു സാഹചര്യത്തിലും ഒരു യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കഴുത്തിലെ മഹർ എന്ന് പറയുന്ന ഈ താലിമാല കാരണമാവുമെങ്കിൽ തീർച്ചയായിട്ടും ആവട്ടെ. ആ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ആ സഹോദരി ചെയ്ത ഒരു പുണ്യം തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് കാണാതെ പോകാൻ വേണ്ടി സാധിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ മലയാളികൾ എല്ലാവരെയും ചേർത്തി പിടിക്കുന്നതാണ്. ഈ വീഡിയോയ്ക്ക് അത്തരത്തിൽപ്പെട്ട ആൾക്കാരുടെ മുമ്പിലേക്ക് തീർച്ചയായിട്ടും എത്തിപ്പെടണം. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ സഹോദരിയും രക്ഷപ്പെടണം. അതുപോലെ തന്നെ ആ മക്കളും ചോർന്നൊലിക്കാത്ത ഒരു വീട്ടിൽ തീർച്ചയായിട്ടും മന്തി ഉറങ്ങാൻ ആരെയും പേടിക്കാതെ കിടക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സോഫി എന്ന് പറയുന്ന നമ്മളെ പെങ്ങൾക്കുണ്ടാവട്ടെ. അതുണ്ടാവുകയും ചെയ്യണം. തീർച്ചയായിട്ടും ആ മനസ്സ് തീർച്ചയായിട്ടും ഒരുപാട് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എവിടെയെങ്കിലും കരപറ്റിയതിന് ശേഷമായിരിക്കും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പോവുക. പക്ഷേ ഈ സഹോദരി അങ്ങനെയല്ല. അവർ രക്ഷപ്പെടുന്നതിന് മുന്നേ തന്നെ കയറിക്കിടക്കാൻ ഒരിടം പോലുമില്ലാത്ത സഹോദരി തീർച്ചയായിട്ടും ആ സഹോദരന് വേണ്ടിയിട്ട്, അത് മന്യമനസ്ഥനായ സഹോദരന് വേണ്ടിയിട്ട് തൻ്റെ കഴുത്തിലെ മാല ഊരിക്കൊടുക്കാൻ കാണിച്ച മനസ്സിന് തീർച്ചയായിട്ടും ഒരു ബിഗ് സല്യൂട്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഇത് വലിയവരായ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിപ്പെടേണ്ട വീഡിയോ ആണ്. തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ മാക്സിമം സഹായിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ശശികല ടീച്ചർ പറഞ്ഞ പ്രസ്താവന ഞാൻ ഈ സ്ക്രീൻഷോട്ടായിട്ട് ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു സുഖമില്ലാത്ത ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പക്കാരനെ കൊന്ന ഇദ്ദേഹത്തിന് ഇത്ര വലിയ സ്വീകരണത്തിനൊക്കെ ആവശ്യമുണ്ടോ എന്ന രീതിയിലാണ് ഇത് കേരളത്തിൽ മാത്രമേ നടക്കൂ എന്ന് കൂടി ശശികല ടീച്ചർ പറഞ്ഞു വെക്കുകയാണ്. എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത്തരത്തിൽപ്പെട്ട ഒരു വർഗീയ വിഷം ഈ ടീച്ചറുടെ വായിൽ നിന്ന് വരുന്നത് ഇന്നോ ഇന്നലെയല്ല, ഒരുപാട് കാലമായിട്ട് പ്രത്യേകിച്ച് ഈ മുസ്ലിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ശശികല ടീച്ചറുടെ ഒരു ഭാഷയാണ്, അവരുടെ ഒരു രീതിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിലെ BJP-യിൽ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ ഇത്തരത്തിൽപ്പെട്ട പ്രസ്താവന നടത്തുന്ന ഏക സ്ത്രീ ഇവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി പറയുകയാണെങ്കിൽ നമ്മുടെ ശോഭാ സുരേന്ദ്രനൊക്കെ കുറച്ചുകൂടി ബെറ്ററാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സ്ത്രീ എപ്പോഴായാലും ഇത്തരത്തിലുള്ള പ്രസ്താവന മാത്രമേ നമ്മൾ നടത്തി കണ്ടിട്ടുള്ളൂ. ഏതായാലും ഈ ടീച്ചർക്കുള്ള ഒരു മറുപടി തീർച്ചയായിട്ടും എങ്ങനെയാണ് അബ്ദുറഹീം മരിച്ചത് എന്ന് ഇത്തരം പ്രസ്താവനയൊക്കെ കണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലേക്കാണ് അബ്ദുറഹീം പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കാണാം. വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പോൺസറുടെ മകനാണ് തൊട്ടടുത്തുണ്ടായത്. അവനാണ് മരണപ്പെട്ടത്. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം. റെഡ് സിഗ്നൽ കട്ട് ചെയ്യാൻ വിശ്രമിച്ച് അവൻ ദേഷ്യപ്പെട്ടു. ഭാഷകൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി സ്വയമായിട്ട് മനസ്സിലാക്കാതെ ദേഷ്യത്തിലാണ് ഏത് ഭാഷ ആയാലും. വണ്ടി എടുക്കാത്തതിൻ്റെ പേരിൽ അവൻ തുപ്പിയതാണ്. തുപ്പിയ സമയത്ത് കൈവീശാണ് മുഖത്തിന്. പക്ഷെ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കൊണ്ടത്. പിന്നീട് അറിയാൻ പറ്റും അവന് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരു ഉണ്ടായിരുന്നു. മുഖത്ത് തുപ്പിയപ്പോൾ നമ്മൾ തടുത്തതാണ്. മുഖത്തോട്ട് അടിയാവും തല പൊക്കി കൈ നേരെ പോയത് കഴുത്തിന്. ഈ കാര്യങ്ങളൊക്കെ അതിന് ശേഷം ആരോടെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? മരണപ്പെട്ട ശേഷം അവനെ ഹോസ്പിറ്റലിലോട്ടും എന്നെ ജയിലിലോട്ടും ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ അല്ലേ? പിന്നെ കോടതിയായിട്ട് പിന്നെ അവിടുന്ന് തർജ്ജമ ചെയ്യുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഭാഷകളൊന്നും അറിയില്ല. മരണപ്പെട്ട കുടുംബം അവർ വേറെ രീതിയിൽ വധശിക്ഷയാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അബദ്ധവശാൽ ഒരു മനുഷ്യൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് റെഡ് സിഗ്നൽ വരുമ്പോൾ അത് കട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കറിയാം സൗദിയിലൊക്കെ റെഡ് സിഗ്നൽ കട്ട് ചെയ്താൽ ഇവിടെ ഫൈനായിട്ട് വരുന്നത് ഏകദേശം 2500-3000 റിയാലാണ്. നമ്മുടെ നാട്ടിൽ 150,000 രൂപയാണ്. അദ്ദേഹത്തിൻ്റെ ശമ്പളം പോലും ചിലപ്പോൾ ഒരു മാസം അതിന് തികയില്ല. അതുകൊണ്ട് ആൾ പേടിച്ചിട്ടാണ് അദ്ദേഹം വണ്ടി നിർത്തിയത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തുപ്പുകയാണ്. ചില ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ചില ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയത്ത് ഒരു കൈ കൊണ്ട് അദ്ദേഹം തടുത്തതാണ്, അങ്ങോട്ട് നീക്കിയതാണ് കൈകൊണ്ട്. പക്ഷേ അബദ്ധവശാൽ അദ്ദേഹത്തിന് കൊണ്ടത് അദ്ദേഹത്തിൻ്റെ ചങ്കിലായിപ്പോയി. അദ്ദേഹത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത്തരത്തിൽപ്പെട്ട ഒരു ഉപകരണം അവിടെ ഘടിപ്പിച്ചത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ആ സൗദി ബാലൻ നസർ ഷഹരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. അതൊരിക്കലും കൊലപാതകമാണ്, പക്ഷേ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് മലയാളികളടക്കമുള്ള ബോച്ചയടക്കമുള്ള ഒരുപാട് മനുഷ്യസ്നേഹികൾ
തീർച്ചയായിട്ടും ഇരു കൈയും നീട്ടി അബ്ദുറഹീമിനെ സ്വീകരിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സഹായിക്കാനും മുന്നോട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു കൊലപാതകയെ വലിച്ചു കയറ്റി കൊണ്ടുവന്നിട്ട് എത്ര വലിയ സ്വീകരണം വേണമെന്നൊക്കെ ശശികല ടീച്ചർ ചോദിക്കുമ്പോൾ ആ ഉമ്മയുടെ കണ്ണുനീരും തീർച്ചയായിട്ടും 24-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ സൗദിയിലേക്ക് കയറി വന്നത്. തിരിച്ചു പോകുന്നത് 43-ാമത്തെ വയസ്സിലാണ്, 44-ാമത്തെ വയസ്സിലാണ്. 20 വർഷമാണ് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചത്. തീർച്ചയായിട്ടും പശ്ചാത്തപിക്കാനുള്ള ഒരു സമയമാണ്. തീർച്ചയായിട്ടും ആ സമയത്തെല്ലാം അദ്ദേഹം അത് ചെയ്തിട്ടുമുണ്ട്. അതിനുശേഷം മരണപ്പെട്ടവരുടെ കുടുംബം ഞങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ക്ഷമിച്ചിരിക്കുന്നു, മാപ്പ് കൊടുത്തിരിക്കുന്നു. പക്ഷേ അതിന് ഞങ്ങൾക്ക് പ്രത്യേകപരമായിട്ട് 34 കോടി രൂപ തരണമെന്ന് പറഞ്ഞിട്ട് ആ 34 കോടി രൂപ പോലും മലയാളികൾ അയച്ചു കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം റിലീസായത്. ഇപ്പോൾ അദ്ദേഹം നിരപരാധിയാണ്. അതുകൂടി ഈ ശശികല ടീച്ചറെ പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ശശികല ടീച്ചറെ വാക്ക് നമുക്ക് വിട്ടേക്കാം. കാരണം 99.9% മലയാളികളും ഈ ഒരു കാര്യത്തിൽ സന്തോഷവാന്മാരാണ്, തീർച്ചയായിട്ടും ആഹ്ലാദഭരിതരാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാത്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ജാതിഭേദമന്യേ തീർച്ചയായിട്ടും ഏതൊരു സഹോദരനായും നമ്മൾ ചെയ്തു കൊടുക്കണം. അവരെ നമ്മൾ കൂട്ടിപ്പിടിക്കണം. ആ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സൗഫി എന്ന് പറയുന്ന ആ സഹോദരിയെ കൂടി ചേർത്ത് പിടിക്കേണ്ടത് മനുഷ്യത്വത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.